അപ്പം നമുക്കിതാ നമ്മുടെ ഫ്രൈഡ് റൈസിനെ നമുക്കങ്ങനെ നമുക്കിതാ ഇതിലോട്ടിങ്ങനെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് എൻ്റെ മമ്മ നിറയെ എടുത്തിട്ട് എനിക്ക് നിനക്കല്ലടി ഞാനിത് ഒരു ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോയും കിട്ടും. എനിക്ക് ഫസ്റ്റ് ഒരു പ്ലേറ്റില്ല ഒരു ബൗളിൽ ഇട്ട് തരുമോ? എനിക്ക് വിശക്കും. ഓ ഇന്ന് മഴ പെയ്യും. അവിടെ അടിച്ച് മഴ വരുന്നുണ്ട് നോക്കി. ഒരു മിനിറ്റ് ഞാനൊരു ഫോട്ടോ കൂടെ എടുത്തേക്കട്ടെ. ഇത് കണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇല്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരാം അടുത്തത്. ഓക്കെ 1 മിനിറ്റ് പ്ലീസ്. എന്താ എടുക്കലെടുക്കുന്നത് എൻ്റെ രേണുമ. ഐ ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ്? സൂപ്പർ അല്ലേ? എല്ലാവരും എടുത്തു. അപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണല്ലോ മിനോ? അതെ. അപ്പോൾ നമ്മൾ അയ്യോ മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരൂ. ഓക്കെ. ഇന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുന്നുള്ള കുളിച്ചിട്ടുള്ള അതുകൊണ്ടാണ്. ഗായ്സ് എന്താ ചെയ്യണേ? നീ തന്നെ. ഇന്ന് സൺഡേ എന്താ സൺഡേ ആയിട്ട് അവിടെ നിൽക്കണം. നോക്ക് എന്താ അവിടെ പരിപാടി? പപ്പാടി കഴിക്കുകയാണ്. പപ്പാടി അതായത് ഓമക്കായ്. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. തമിഴ്നാട്ടിൽ പപ്പാടി പപ്പാളി. സൺഡേ സ്പെഷ്യൽ. ഞാൻ ഒരു പ്ലേറ്റ് കഴിച്ചു. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് സമയം? 10 അവൾ കഴിക്കണേ. കഥ വിടാൻ അവളെക്കാട്ടിലും വേറെ ആരുമില്ല. സമയം 12:30 ആയിട്ടോ. എന്തായാലും അപ്പോൾ സൺഡേ സ്പെഷ്യൽ കമോൺ ഒന്ന് കാണിക്കൂ. നടക്കൂ. വാ നീ വാ. രേവണിൻ്റെ ഡ്രസ്സ് കണ്ടതാ ഇന്ന് പലാസോ. വാടി. ഇടയ്ക്ക് ഇത് വെളിയിൽ പോകുമ്പോഴാനുള്ളതാണ്. അവനായിട്ട് അവള് വീട്ടിലെടുത്ത സ്പീഡാണ്. ഞാൻ വെളിയിൽ പോകുമ്പോഴേ ഉള്ളൂ ഇതിനെ. നീ ആര്? എനിക്ക് വാ വേം വാ. നീ പറഞ്ഞാലേ അത് ശരിയുള്ളൂ. മീന് പറഞ്ഞ എന്താണ് ഇന്ന് സൺഡേ സ്പെഷ്യൽ? ഓട്. എന്താ ഡ്രസ്സ്? ചോറാ? പാത്രം കഴുകാൻ ഇവിടെ വേറെ ആളുടെ ആവശ്യമില്ല. 3 പ്രാവശ്യം ഇങ്ങനെ പാത്രം കഴുകി വെക്കുക, ഉണക്കുക, എടുക്കുക. കുളിക്കാതെ ഒരാൾ ഇരിക്കണണ്ട. എന്താണ് നല്ല രസമുണ്ട്. ബ്ലൂ ഡ്രസ്സ് നിനക്ക്. ഇതാ ചോറ് വേറെ വേണ്ട. ഓ അത് ശരി. ഇതെന്താ സംഭവം? ഇന്ന് ഞാൻ കണ്ടില്ല. അതാ പന്നീർ. എന്താ സംഭവം? ഫ്രൈഡ് റൈസിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാബേജ്. ഇത് സോയാ സോസ് ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ്. ഇത് രണ്ടാ. മറ്റേതെടുത്തത് കുറച്ച് അതന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ചിരിക്കണം. അതെന്താ അത്? കുരുമുളക് പൊടി. അതെ. അത് ചോറ് വേവട്ടതാ. പപ്പാളി എടുത്തിട്ട് ഡെയിലി ഇപ്പൊ ഇതിലെ പകുതി ഞാൻ കഴിച്ചു. ഒരു 2 പീസ് മീനും കഴിച്ചു. ഒരു കിണ്ണം ഫുള്ള ഞാൻ കഴിച്ചു. അപ്പൊ ഇന്നേക്ക് എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം പപ്പളിയാണ്. പപ്പളിട്ടോ ഇതാ പന്നീർ കട്ട് തിന്നുന്ന മീനോ. മഴയില്ല. രാവിലെ വിളക്കൊക്കെ വെച്ചു. അതൊന്നും നോൺ വെജ് ഇല്ല, വെജ് അല്ല രൺമ. വേറെ എന്താ പറയാനില്ല? എന്തെങ്കിലും പറയും കുറച്ച്. മിനിമം അവിടുത്തെ ലൈറ്റ് ഇട്ട് മിനിമം വെളിച്ചില്ല. ഇതാ ഒരുത്തൻ ഈ ഹെഡ്സെറ്റ് മാറ്റിയിട്ട് കാത് കാണും. ഇനി നാളെ മുതൽ ടിവിയുടെ റിമോട്ട് എടുത്ത് വെക്കും. അപ്പം പിന്നെ ഹെഡ്സെറ്റ് ഇട്ട് അവൻ കാണൂല. വേറെ എന്താ വിശേഷം പറയാനുള്ളത്? ഒന്നും കേൾക്കുന്നില്ല. കുറച്ച് ഉറക്കെ പറ. ഫ്രൈഡ് റൈസ് ആയാലും ഒരു അത്യാവശ്യം വേവണം. നമ്മളെ ഹോട്ടലിലത്തെ ഫുഡല്ല. വേവാത്ത ഫുഡ് കഴിച്ച് വയറുവേദന വരും. അത് ഉറങ്ങണം നോക്കാം. അത് അവിടെ പോലെ ഉറക്കം തോന്നുന്നതാ. ഉറങ്ങേണേ തങ്കമ്മേ. ഇപ്പൊ എണ്ണീറ്റിരിക്കുകയാണ് തങ്കമ്മേ. എന്താ വിളിച്ചാ ഓടി? നിന്നെ വിളിച്ചില്ല. ആരും വിളിച്ചില്ല. അവിടെ നിന്നോ. ഇങ്ങോട്ട് വരണ്ട. അവിടെ നിന്നോ. അങ്ങനെ വേറെന്താടി പറയാനുള്ളത്?
ഞാൻ പറയൂ എന്തെങ്കിലും പറയും എവിടേക്ക് പോകാൻ വയ്യ എന്നെന്താ എനിക്കൊരു ഒരു 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 ഉഷാറില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഞാൻ. എനിക്ക് നല്ല ഉഷാറുണ്ട്. എനിക്ക് ഉഷാറില്ലല്ലോ. എവിടെയെങ്കിലും പോവാം അമ്മ, എനിക്ക് സാറ്റർഡേ. നിന്റെ മമ്മ ഈ റൂം ഇന്ന് സാറ്റർഡേ അല്ല, ഇന്ന് സൺഡേ ആണ്. നാളെ സ്കൂളുണ്ട്. ഈ റൂം വിട്ട് പുറത്ത് വരില്ല, അവിടെ അടയിരിക്കണം. കോഴിയൊക്കെ അടയിരിക്കണ പോലെ. തങ്കമേ 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 നല്ലോണം മനസ്സിലായി പേര്. തങ്കമേ 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 ഹലോ ഗായ്സ്, അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സ്റ്റവ് കത്തിച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. എന്ത് വേണമെങ്കിലും ഒഴിക്കാം, എന്തെങ്കിലും ഒഴിക്കാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും ഒഴിച്ചു. അപ്പോൾ ഇതോടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞതാണ് ശരി, ഇത്രയും പൊടിയായിട്ടൊക്കെ അരിയാൻ അറിയാലോ നിനക്ക്. അരിഞ്ഞതല്ല, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അയ്യേ, അതപ്പം നമുക്ക് വേണ്ട. പിന്നെ ഇങ്ങനെ ഇതിലെന്താ ഒഴിക്കണ വെച്ചാൽ വേഗം ഒഴിക്കുക. ഒഴിക്കട്ടെ. ഇതാ ഇവിടെ ബാക്കിയുള്ള സ്ഥലം. എന്നെ ഇവിടെ വാന്ന് പറയുന്നു. എന്തായാലും ഒരെണ്ണം എടുക്കട്ടെ. ഇതെല്ലാം എടുത്തടി നീ. വാവ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ പനീർ. എൻ്റെ ഫേവറേറ്റാണ് പനീർ. അതുപോലെ തന്നെ മീൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചത് കാണുന്നുണ്ടോ? ഓക്കെ, ആ ബോട്ടിൽ കഴുകണം, എന്നിട്ട് എണ്ണ ഒഴിക്കാൻ വേണ്ടിയാണ് മിണ്ടായി. മീനുമാ ഓടിയാ, കം. സ്റ്റോറേജ് വീണ്ടും ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ഡെലീറ്റ് ചെയ്യില്ല, കുറച്ചും കൂടി ഡെലീറ്റ് ചെയ്യാനുണ്ട് ഇതിൽ. ഇനി എടുത്തിട്ട് കാണിച്ചു തരാം, വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി ഇട്, വേഗം പണികൾ നടക്കട്ടെ. ഇതാ ഈ ചിമ്മിനിയുടെ ഇത് സ്വിച്ച് ഓൺ ചെയ്യും. വാട്ടില്ല, വാട്ടാണോ? ഇത് വന്നാൽ കുറച്ച് വെളിച്ചം കിട്ടേ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണേ. അപ്പോൾ എണ്ണ ഒഴിച്ചു, അതിലോട്ട് നമ്മൾ ഇത് ആദ്യം ഇടുന്നത് പറയുമ്പോഴേക്കും മൊബൈൽ ഇത് ഓട്ടോമാറ്റിക്കായി കട്ടായി. അതിനുള്ളിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വതക്കണം, അതായത് നല്ലപോലെ വഴറ്റണം. ഓക്കെ, വഴറ്റി വരട്ടെ. അപ്പോൾ ഞാൻ പനീർ വയലിട്ടോണ്ടാണ് അതിൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസം. അതിലോട്ട് നമ്മൾ കുറച്ച് സവാള ഇടുന്നുണ്ട്. എനിക്ക് ചട്ടവും കൊണ്ട് ഇളക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ രേണുവിനാണെങ്കിൽ ഈ ചട്ടവും എടുക്കുള്ളൂ. എനിക്കിഷ്ടമുള്ള ഈ ചട്ടവും കൊണ്ട് എടുക്കുന്നത്. എൻ്റെ കൈ മാത്രം കാണിക്കട്ടെ തൽക്കാലം. കണ്ടോ? ഞാനിതാ വെങ്കായം നല്ലപോലെ വതങ്ങുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ വെങ്കായം ആയാലും തക്കാളി ആയാലും പെട്ടെന്ന് വതങ്ങി കിട്ടും നമുക്ക്. അതിനാണ് നമ്മൾ ഉപ്പിടുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാ വതങ്ങട്ടടി. ഇനി അതിലോട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞ് കട്ടാവുന്നുണ്ട്. ബീൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചുള്ള കാര്യമാണ്. ഞാൻ ഇടാം, നീ ഇട്ടോ. ഇതാ ക്യാരറ്റ് കുറച്ച് സ്റ്റൈൽ ഇടയ്ക്കിടയ്ക്ക് ഓഫാവുന്നു ഗായ്സ്. വേഗം അടുത്തതിട്. ഇനി ക്യാരറ്റ്. മൊബൈൽ ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ഫുള്ളാവുന്നുണ്ട്. ഇതാ അടുത്തത് നമ്മൾ ക്യാബേജ് ഇടുന്നു. ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ് കേട്ടോ. നല്ല രസമായിട്ടൊക്കെ രേണു അരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. സ്വീകരിക്കണമല്ല, ഇത് ഹോട്ടൽ പോലെ ആക്കാമെന്നാണ് വിചാരിച്ചു പോകുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? കളർഫുൾ. എങ്ങനെയുണ്ട്? കളർഫുൾ. ഞാൻ ഇത് വൈകുന്നേരം വരയ്ക്കാണോ നാളെ വരയ്ക്കാണോ എന്ന് എനിക്കറിയില്ല. നല്ല മണം വരുന്നുണ്ട്. നല്ല ഒരു ഇത് വരുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കാതെ മാക്സിമം ഞാൻ ഇളക്കാൻ നോക്കാം, എന്നാലും സൗണ്ട് വരും. ഇതെന്താ അത് പറഞ്ഞിട്ടിടൂ? ഉപ്പ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ, നോക്കുന്നില്ല, അതാണ്. അതിലോട്ട് വീണ്ടും സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറേ ആൾക്കാരുടെ കംപ്ലൈൻ്റ് ആണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന്. ഗൗതം ബ്രോ, സ്പെഷ്യൽ ഫോർ യു பாருங்கள் எப்படி நான் குக் பண்ணுறேன்னு. நல்லா இருக்கான்னு கமெண்ட் பிலோ கௌதம் ப்ரோ. தமிழ்நாட்டில் இருக்கும் என் அனைத்து அன்பு உறவுகளுக்கும் டெடிகேஷன் இஸ் ஃப்ரைட் ரைஸ். தீனாண்ணா உங்களுக்கும். அதுதான் தமிழ்நாட்டில் அனைத்து அன்பு உறவுகளுக்கும் சொன்னேன்.
ഓക്കെ. അടുത്തത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി. ആ രേണുവിനെ കൊണ്ട് കായ്കറി കുറച്ച് സ്റ്റൈലായി ഇടാൻ പറഞ്ഞപ്പോൾ അവൾ കുരുമുളക് പൊടി ഇടുന്നത്. എൻ്റെ കണ്ണിൽ വീഴുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഗൗതം ബ്രോ, സൺഡേ സ്പെഷ്യൽ ഈസ് എ ഫ്രൈഡ് റൈസ്. ഡിയാസ് ഫ്രൈഡ് റൈസ്. ഇതാ രേണോടെ സോയാ സോസ് ഇതാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. നല്ലതാക്കണം. ഇതാ ബോട്ടിൽ നിന്ന് ഒഴിച്ച് വെച്ചിരിക്കുന്നുണ്ടാ. ആ മൂടി തുറക്കാതെ അവൾ വന്നിട്ട് ഇതാ. അപ്പോൾ അതെന്തോ കുറച്ച് ലൂസാണ് അത്രേ. അപ്പോൾ അത് മൊത്തത്തിൽ വീഴണ്ട പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി അടുത്തത് സോയാ സോസ് ഒഴിക്കുന്നു. എൻ്റെ കയ്യേ കാണുന്നുള്ളൂ. അടുത്തത് ടൊമാറ്റോ സോസ്. നക്കി തിന്നുന്ന രേണു. കളർഫുൾ. ഞാൻ എന്താ അറിയോ, ഞാൻ പനീർ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രൈഡ് റൈസ് ആകുമ്പോഴേക്കും പനീർ ഇടാനുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഉപ്പുണ്ട് മീന. മീനുമ കമോൺ കമോൺ. അയ്യോ നീ കാലൊന്നും പൊക്കണം. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എന്നാ ഉപ്പുണ്ടെന്നോ കൊടിയാ. കൈ കാണിക്ക്. പുള്ളി എന്നെ പറയോ ഉപ്പുണ്ടല്ലേ? ഊതട്ടെ. ചൂടില്ലാന്ന് വിശ്വസിക്കുന്നു. ഇടട്ടടി. എന്നിട്ട് ഉപ്പുണ്ടോ? വെള്ള പറ. ഇല്ല ഉണ്ടത്ര. ചോറിനോ കൂടണ്ട. ഞാനല്ല ഇവിടെ തൊട്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് നന്നാവാതിരിക്കാം. എന്താ ഒന്നുമില്ല. അവൾക്ക് അങ്ങനെ സിരിപ്പടക്കം മുടിയല്ല. ഞാൻ പറഞ്ഞില്ല. എൻ്റെ കയ്യിലൊരു വസിയമുണ്ട്. അതിനകത്താണ് തൊട്ടതും அந்த அளவுக்கு. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്ന അരിയുടെ പേരെന്താണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ചിലനാൾ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതാണ് റൈസ് ഉപയോഗിക്കുന്നത്. ചെന്നൈ കിറ്റാ. അരിക്കൊരു പേരുണ്ടല്ലോ. നീ ഇങ്ങനെ പറയാതിരിക്കണം. എന്നാലും ചെന്നൈ കിറ്റാണ് തോന്നുന്നു. ചെന്നൈ കിറ്റിൻ്റെ ചെന്നൈ ഗേറ്റാ. അവൾ ചോറിട്ട് ചാക്കെടുക്കാൻ. ആ പേരുണ്ടേ. പൊട്ടത്തി പറയണേ. ഇല്ല ചെന്നൈ കേട്ടില്ലേ? അതാണ് ഇത് ചെന്നൈ ഗേറ്റ്. നല്ല അരിയാണ് കേട്ടോ. 1 കിലോ അരി നമ്മൾ ഒരു എന്താ 25 കിലോ 25 കിലോ 1800 രൂപയാണ് കേട്ടോ. വില കൂടി പോകുന്നു. 1400 ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിച്ചാണല്ലോ. അത് 1200 അറിയില്ല. ഇപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് ഓരോ മാസം ഭയങ്കരമായിട്ട് വില കൂടുന്നു. എല്ലാം പക്ഷെ നല്ല റൈസാണ്. നമുക്ക് ഇതിൽ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ഞാൻ രേവനോട് പറയൂട്ടെ ഇതിൽ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. കാരണം നല്ല റൈസാണിത്. ഇത് മതിയാവോ? ഉണ്ടെങ്കിൽ അവിടെ രാത്രിക്ക് ഇരിക്കുമല്ലോ. ഇട്ടോ സോസൊക്കെ ഉണ്ടായി. അനുസരിച്ച് ഒന്ന് കമ്മിയാക്കാം. ഗ്യാസ് നല്ല കാറ്റടിക്കുന്നു അവിടെ നമ്മൾ നിന്നൊക്കെ. പനീർ എന്താ ഇടാത്തെന്ന് വിചാരിക്കരുത്. പനീർ ലാസ്റ്റാണ് ഇടാൻ പോകുന്നത്. മതിരേണുമ അതോ മതി. അവളുള്ള ചോറ് മൊത്തം എന്താ ഫ്രൈഡ് റൈസ് ആക്കി. ഇനിയും നടക്കും. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ രേണുക മേഡം ഇളക്കുങ്ക നല്ലാവേ ഇളക്കുങ്ക. ഇളക്ക് നന്നായിട്ട് അടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ. കണ്ടോ ഇളക്കുന്നത്? നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ രേണുമ്മയുടെ കയ്യിൽ രേണുമ്മ ടാറ്റോ ഒക്കെ കുത്തിയിട്ടുണ്ട്. കുറേ കാലമായി. പക്ഷേ ശിവൻ കണ്ട ഒന്ന് കാണിക്കരി ഇളക്കാതെ. ശൂലം കണ്ട. ഞാൻ ദിവസം വീഡിയോ എടുത്ത് വരുന്നുണ്ടത്. എനിക്ക് പേടിയാണ് ഈ കാര്യത്തിലൊക്കെ. ഇനി ഫ്രൈഡ് ഇടൂ. ഇനിയാണ് നമ്മളുടെ മെയിൻ സംഭവം ഇടുന്നത്. പനീർ. ഓക്കെ. ഇടയിലൊന്ന് ഇളകിപ്പോയി. എല്ലാവരും ക്ഷമിക്കാം. ഇനി നമ്മളിതാ വെച്ചിരിക്കുന്ന നമ്മളുടെ സ്വന്തം പനീർ ഞാനിടാ. നോക്കിക്കോളൂ.
നല്ല വറുത്ത് വെച്ചിരിക്കുന്ന അത് 2 എണ്ണം എനിക്ക് കഴിക്കാൻ ഉള്ളതല്ല. അത്ര ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് പന്നീർ. പറഞ്ഞില്ല, നിനക്ക് അത്ര വേണം മനസ്സിലാവില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാ അപ്പം നമ്മളുടെ പന്നീർ ഫ്രൈഡ് റൈസ് റെഡി. ഓക്കെ, കുരുമുളക് ഇനി വേണമെങ്കിൽ കഴിക്കേ വേണ്ടോ? നമ്മൾ മീനിനും ടേസ്റ്റ് വിളിക്കട്ടെ. അവർ കുരുമുളക് പൊടി ഇടണം അതിന്. വേണം മതി. നീ ഓഫ് ചെയ്തോ. മീന വാ, നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ഉണ്ടോ നോക്ക്. ദാ ഈ കുഞ്ഞി കിണത്തെടുത്ത് സോസാണ് അതിലിട്ടോ കുഴപ്പമില്ല. ഇതില്. അപ്പൊ അറിയില്ല, ടേസ്റ്റ് അറിയില്ല. പിന്നെന്താ പറയുന്നത്, സോസ് തന്നെ പറയുന്നത്. സോസില്ല, എനിക്ക് സാധാ പ്ലേറ്റ് ഇടാം. പ്ലേറ്റ് ഓ കുട്ടി പാത്രം. എന്തായാലും അതാ. നമ്മുടെ കൈ എടുത്തോ, കൈ തന്നാ പറ്റില്ല, മേല് പോകുന്നു. അപ്പം നമുക്കിതാ നമ്മുടെ ഫ്രൈഡ് റൈസിനെ നമുക്കിതാ ഇതിലോട്ട് ഇങ്ങനെ കുറച്ച് മതി ട്ടാ. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് എന്റെ മമ്മ നിറയെ എടുത്തിട്ട് എനിക്ക് നിനക്കല്ലടി, ഞാനിത് ഒരു ഫോട്ടോ എടുക്കാനാണ്. ആട്ടോയും കിട്ടും. എനിക്ക് ഫസ്റ്റ് ഒരു പ്ലേറ്റില്ല ഒരു ബൗളിൽ ഇട്ട് തരുമോ? എനിക്ക് വിശക്കുന്നു. ഓ, സൂപ്പർ ടേസ്റ്റ്. ഇന്ന് മഴ പെയ്യും. അവിടെ അടിച്ച് മഴ വരുന്നുണ്ട് നോക്കി. ഒരു മിനിറ്റ്, ഞാനൊരു ഫോട്ടോ കൂടെ എടുത്തേക്കട്ടെ. ഇത് കണ്ടോ? അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇല്ല. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരാം അടുത്തത്. ഓക്കെ, 1 മിനിറ്റ് പ്ലീസ്. എന്താ എടുക്കലെടുക്കുന്നത് എൻ്റെ രേണുമ. ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ്? സൂപ്പർ അല്ലേ? എല്ലാവരും എടുത്തോളൂ. വീഡിയോ എടുക്കുന്നതിൽ വെക്കമാ വരുതാ. எதுக்கு வெக்கப்படுறீங்க? മമ്മ ഫേസ് മമ്മയുടെ ഫേസ്. ഓക്കെ രേണുമ, എന്താണ് പനീർ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പം മീനുകുട്ടി ഇതാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. മീനുകുട്ടി ടേസ്റ്റ് ചെയ്യ്. മീനിൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്, ദർശിനിയോട് സംസാരിക്കുകയാണ്. ദർശിനി ആൻഡ് ദർശിനിയോട്. എങ്ങനെയുണ്ട്? വേഗം എടുക്ക്. സൂപ്പർ. சூப்பரா? நல்லாயிண்டா? அடிப்பொளே, ஃபண்டாஸ்டிக், நல்லா இருக்கா? ஓகே. ദർശിനി നോക്കണോ? ദർശിനി ഇനിയൊരു ദർശിനി. தர்ஷினி அங்கே மீனை ரசிச்சு சாப்பிட்றாங்க. வெக்கம் வருதம்மா. ഓക്കെ, ഇതാ മീനുകുട്ടി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഫ്രൈഡ് റൈസ് സൂപ്പർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ, ഇനി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ടാറ്റാ. ഉമ്മ ചെല്ലക്കുട്ടീസ്. ഓക്കെ ചെല്ലക്കുട്ടീസ്, ലവ് യു ഉമ്മ ചെല്ലക്കുട്ടീസ്.